നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യ, നാളെ ലോകപ്രസിദ്ധമായ ക്രിസ്തുമസ് ഡേ ആണ്. അപ്പോൾ ക്രിസ്തുമസ് ദിവസത്തിനും അത് ആഘോഷിക്കുന്ന എല്ലാ മാന്യ ജനങ്ങൾക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ബഹുമാന്യ, ഈ കോർപ്പറേഷനിലെ മേയർ തിരഞ്ഞെടുപ്പിൽ പിന്നെ അതൊരു സമതുലിതാവസ്ഥയിലാണ്. ഈക്വലൈസേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പ് നേരത്തെ പറഞ്ഞ് 7 വിഭാഗം 100 പേരൊന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു 70 വോട്ടാണ് UDF കിട്ടുന്നുള്ളൂ എന്ന് പച്ച മലയാളത്തിൽ കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞു. എന്നിട്ടിപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും സതീഷ് കൊടുത്തിരിക്കുന്നത് 2 ഈഴവർക്കെന്ന് പറഞ്ഞു. ഒന്ന് ദിലീപ് ജോയി, ഒന്ന് മറ്റേ മിനിയും മോൾ. അല്ല, മിനി കല്യാണം കഴിച്ചൊരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് അപ്പോൾ ക്രിസ്ത്യൻ മാമോദിസ മുക്കി എടുത്തു എന്നൊക്കെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, സതീഷ് 25% 27% മുസ്ലിങ്ങളായിട്ട് ഈ പറഞ്ഞ കോർപ്പറേഷനിൽ നിന്ന് 40% ഹിന്ദു, 38% ഈ ക്രിസ്ത്യൻസ്. സാധാരണഗതിയിൽ ഒരു പാർട്ടിയിലെ മെയിൻ കക്ഷിക്ക് മേയർ സ്ഥാനം കൊടുത്താൽ ഡെപ്യൂട്ടി മേയർ കൊടുക്കുന്നത് അടുത്ത പാർട്ടിയിൽ 2ാം പാർട്ടിയിലെ ആൾക്കാണ്. ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ഡെപ്യൂട്ടി മേയറായിട്ട് കൊടുക്കാൻ, സ്ത്രീകളില്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല ആ പാർട്ടി. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ ലൈൻ ക്ലിയറാണ്. ഇതാ ഞാൻ മുസ്ലിം ലീഗോട് പറഞ്ഞത്. നിങ്ങൾ ഈ സതീശൻ്റെയും രമേശിൻ്റെയൊക്കെ വാലാട്ടി നടക്കേണ്ട ഒരു കാര്യമില്ലടോ കാക്കന്മാരെ, ലീഗർ കാക്കന്മാരെ. 40% ഒരു ഭാഗമാണ് നിങ്ങളും. നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് മാറ്റി നിങ്ങൾക്ക് ദേശീയതായിൽ വന്നാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാം. ആരും മുഖ്യമന്ത്രിയാകാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് പവർ ഉണ്ടാവും. കുഞ്ഞാക്കായി മനസ്സിലാക്കേണ്ടത്. ഇന്ന് അഭിമാനത്തോടെ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ 100,000 സീറ്റായിട്ട് കൂടുതൽ കിട്ടിയത്. എടോ, അപ്പോൾ നിങ്ങൾ മുസ്ലിം എന്ന ലേബിൾ വന്ന ആകെ എത്രയുണ്ട്? ഒരു ഭാഗമായി പോയില്ലേ? അത് ശക്തി കുറവല്ലേ? ഒരു ഉളുമ്പുമില്ലേ നിങ്ങൾക്ക് പറയാൻ? ആ മുസ്ലിം എന്ന പേര് സംഘടിച്ചിട്ട് ഞങ്ങൾ ഇത്രയും വളർന്നുകൊണ്ടിരിക്കാന്ന് പറയാൻ ഒരു ഉളുമ്പ് മനുഷ്യ നിങ്ങളില്ലേ? തങ്ങമ്മള കുഞ്ഞാക്ക, എന്തൊരു നാണക്കേടാണ് അറിയും. നമ്മൾ ആ വിഭാഗത്തിന് ആളുകൾ ഞങ്ങളിത് ഇത്ര വളർന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴും നാണക്കേടാണ് ഞങ്ങൾ സംഭവിച്ചത്. ഞങ്ങളെപ്പോലെ ചിന്തിക്കുന്ന മാനവകുലത്തിൽപ്പെട്ട മൊയ്തീൻ ഷാപ്പിലൊക്കെ അത് നാണക്കേട്ട കാണുന്നത്. എന്താ, ഒരു വർഗത്തിലായി പോകും, ഒരു ജാതിയായി പോകും, ജാതി പാർട്ടിയായി പോകും. അങ്ങേറ്റ ലജ്ജാകരമാണത്. ഇന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷനിൽ മുസ്ലിം ലീഗ് എന്ന പേരിട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ 1000 സീറ്റ് പഞ്ചായത്ത് കൂടുതൽ പിടിച്ചതോ. അത് അഭിമാനം കൊള്ളാണ് തങ്ങളുടെ ഫോട്ടോ വെച്ച്. തങ്ങളാരും അറിയില്ലായിരിക്കും ഈ സിൽബന്തികൾ. സിൽബന്തികളെ അത് മാന്യമായിട്ട് പറഞ്ഞാൽ നാണക്കേടാണത്. നിങ്ങൾ ദേശീയധാരയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര വളർന്നാലും അതിന് പ്രസക്തിയുണ്ട്, അഭിമാനമായിട്ട് പറയാൻ. നിങ്ങൾ മുസ്ലിം എന്ന പേര് ജാതി പാർട്ടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കാതെ മറ്റ് സമുദായങ്ങൾക്കല്ല ഇതര ജാതികൾക്കൊക്കെ അതൊരു പ്രോത്സാഹനമല്ലേ ഉണ്ടാക്കാൻ. ഇവിടെ ഒരു വിഭാഗം ആലോചിക്കുന്നറിയോ? മുസ്ലിങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പിൽ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. സംഘപരിവാർ അതാണ് ആലോചിക്കുന്നത്. ഇവിടെ മനോരമ 10 പേര് ആലോചിക്കുന്നത് മുസ്ലിങ്ങൾ സംഘടിച്ചോട്ട് കുഴപ്പമില്ല. ദേശീയ താഴ് മൊയ്തീൻ ഷാ ദേശീയ താഴിൽ വന്ന് ആളാതെ നോക്കണ്ട, അത് സമ്മതിക്കില്ല അവർ. മുസ്ലിങ്ങൾ ഒറ്റക്ക് സംഘടിച്ചാൽ നശിച്ച്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ സതീശൻ്റെ ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. സതീശൻ്റെ മനസ്സ് ഒന്ന് അളക്കട്ടെ. ചോദിക്കും, നീ ആരടാ സതീശനെ പോലെ ലോക നേതാവിൻ്റെ മനസ്സിളക്കാൻ? എന്നാ ബുദ്ധി എണ്ണീൽ കേട്ടോ. പാലക്കാട് ഒരാളെ തല്ലിക്കൊന്നു. സംഘപരിവാറൊന്നുമല്ല അത്, അതേതോ ആൾക്കൂട്ടാണോ? പത്രം വന്ന് അങ്ങനെയാണല്ലോ. എന്തിനു ഉറപ്പ് കിട്ടി? പത്രത്തിൽ വാക്കെല്ലാം വന്നാൽ പിടിച്ചെല്ലാം RSS ബാക്കി കുറെ പിടിക്കാനാണ്. സതീശന്മാരാണ്, അവരൊന്നും RSS ആരല്ല. പത്രക്കാർ പറഞ്ഞില്ല, അവർ ആൾക്കൂട്ട കൊല്ലുന്നേ പറഞ്ഞുള്ളൂ. എൻ്റെ സതീശൻ്റെ ആ മനസ്സുണ്ടല്ലോ, അങ്ങനെ തന്നെ വായിക്കും കഴിവുള്ള ആൾക്കാർ ഇന്നുണ്ട്, കേരളത്തിലുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. സതീശൻ ഉരുണ്ടികളൊന്നും മാറ്റണം. സതീശനിപ്പോൾ ഏതാണ്ട് വലിയ ആളായ മട്ടാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ 10 വോട്ട് കിട്ടിയപ്പോൾ ആളായതുണ്ട്. ഇത് സതീശ നിങ്ങളുടെ കഴിവല്ല.
കുഞ്ഞാക്കാത് നിങ്ങളുടെ കഴിവല്ല. നീ കേട്ടോളൂ എന്താ ആരുടെ കഴിവാണെന്ന്. അറബിക് സർവകലാശാല തുടങ്ങാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും പറയേണ്ടി വന്നു. തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തുടങ്ങിയിൽ മാത്രമല്ല ആ സമുദായത്തെ ആക്ഷേപിച്ചപ്പോൾ പ്രത്യേകം മലബാർ മുസ്ലിങ്ങളെ അവരിൽ ഒരു 2% ഒന്ന് മാറി LDFിലേക്ക് ചിന്തിച്ചു. ഒന്ന് അങ്ങോട്ട് എടുത്തേക്ക് നോക്കി. 2% ആൾക്കാർ, കൂടുതലൊന്നുമില്ല. അതിൻ്റെ ഫലമാണ് കഴിഞ്ഞ 2 പഞ്ചായത്ത് ഇലക്ഷനിലും 2 അസംബ്ലി ഇലക്ഷനിലും എന്ത് കിട്ടി? LDFന് മുന്നോട്ട് വന്നത്. 99 സീറ്റൊക്കെ LDF കിട്ടിയത്. ഞാൻ പറഞ്ഞു, സതീഷ് പോലും പറഞ്ഞു, 60ഓളം സീറ്റിൽ ജയിക്കുന്നത് 500-2000 വോട്ട് വരെ കേരളത്തിൽ. ആകെ 140 സീറ്റാണ്. അപ്പോൾ 2% വോട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1.5 ലക്ഷം വോട്ടുണ്ടെങ്കിൽ 3000 വോട്ടായില്ലേ? 500 മുതൽ 2000 വരെയാണ് ജയിക്കുന്ന 60 സീറ്റെങ്കിൽ അതിൽ 3000 വോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ജയിക്കുന്നത് മാത്രമല്ല സീറ്റ് കൂടുക. അങ്ങനെയാണ് LDF 99 സീറ്റ് കിട്ടിയത്. ഇപ്പോൾ 98 അല്ലാതെ LDF വളർന്നിട്ടില്ല. അവർ നാണം കിട്ടും. അവസാനം UDF ശരിയാവില്ല കണ്ടപ്പോൾ എന്നാൽ സംഘപരിവാർ വരാതിരിക്കാൻ വേണ്ടി LDFനെ ഒന്ന് മാറ്റി നിർത്തി തൽക്കാലം UDFന് കയറ്റാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത് നിങ്ങൾ കേട്ട മുസ്ലിം സമുദായം തീരുമാനിച്ചു എന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞ് സതീഷോടും രമേശോടും പറഞ്ഞ് എന്നിട്ട് ഒരു കുലുക്കമില്ല. കഴിഞ്ഞ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞറിയാം. മുല്ലപ്പള്ളി രാമേന്ദ്രൻ KPCC പ്രസിഡന്റ്. ഞാൻ പ്രസിഡൻ്റായ കാലത്താണ് 19 സീറ്റ് കിട്ടിയത്. പിന്നെ ശബരിമലയുടെ ഗുരുത്താണ്. ഇവിടെ ശബരിമലയുടെ ഗുരുത്താണ് ഞങ്ങൾ ബഹുമാനിക്കുന്നു. ശബരിമലയെ അയ്യപ്പൻ ഞങ്ങൾ ബഹുമാനിക്കും. ആരാധിക്കുന്നില്ല, ആദരിക്കുന്നുണ്ട്, ആരാധിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ശരി 2 പഞ്ചായത്ത് ഇലക്ഷൻ നടത്തില്ലേ, 2 അസംബ്ലി ഇലക്ഷൻ അല്ലേ? അവിടെയൊക്കെ എന്ത് ചെയ്യുക? ശബരിമല ഗുണം കൊണ്ട് UDFന് കിട്ടാത്തത്. അത് പാർലമെൻറ്റും അസംബ്ലിയും പഞ്ചായത്തും വ്യത്യാസമുണ്ട്. അങ്ങനെ കിട്ടിയാണ്. അവർ പതുക്കെ ഒന്ന് തിരിഞ്ഞു. ആ ഇടത്തേക്ക് നോക്കിയിരുന്ന ആ നോട്ടം ഒന്ന് വലത്തേക്ക് നോക്കി. ആ നോക്കിയതിൻ്റെ ഫലമാണ് ഇത്ര സീറ്റ് കിട്ടിയത്. അല്ല നിങ്ങളുടെ ഈ കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ റോമൻ കാത്തലിക് വന്നിട്ടൊന്നുമില്ല, അല്ല ഈഴം വന്നിട്ടുമില്ല, നായർ വന്നിട്ടില്ല. അത് സതീഷും മനസ്സിലാകുന്നില്ല. എടോ മുസ്ലിം ലീഗ് ഞങ്ങൾ മുസ്ലിം ലീഗ് കുറ്റം പഠിപ്പെങ്കിലും 2 കക്ഷിയിലെ മുസ്ലിം ലീഗ്. ഇവിടെ മുസ്ലിം സമുദായം മേയറായിട്ടില്ല പല പ്രാവശ്യം. ആദ്യത്തെ മേയർ തന്നെ ആരായിരുന്നു? ശേഷാദ്രിയാണെന്ന് പറഞ്ഞ് പിന്നെ കൊച്ചുണ്ണി മാഷും പറഞ്ഞിട്ടുണ്ട്. ഏതോ കൊച്ചുണ്ണി മാഷ് മേയറായിരുന്നു, അംസകുഞ്ഞ് മേയറായിരുന്നു. വേറെ ആയിരിക്കും മേയർ ഉണ്ടായിട്ട്. ആ മേയർ സ്ഥാനം പോയിട്ട് ഡെപ്യൂട്ടി മേയർ അതുപോലും കൊടുക്കൂല മുസ്ലിം ആയതുകൊണ്ട്. എന്താ സതീഷത്? നിങ്ങൾ എന്തർസ്ഥലേക്ക് തുള്ളുന്നത്? ചോദിക്കാൻ ആരുമില്ലെന്നോ? അങ്ങനെ ഇരിക്കരുത്. 2 ഈഴവന്മാർക്ക് ഡെപ്യൂട്ടി മേയർ കൊടുത്ത് പിന്നെ മേയർ സ്ഥാനം കൊടുത്തു. നമ്മൾ ഇന്നാൾ രാജാക്കന്മാരുടെ കാലത്ത് അവരെ കൂടെ നിന്ന് സഭ ആനുകൂല്യം പറ്റി. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരെ കൂടെ ആനുകൂല്യം പറ്റി. അതാണ് ഈ ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ അവർക്ക് കിട്ടിയത്. വെറുതെ കൊടുക്കല്ലായിരുന്നോ? ബ്രിട്ടീഷുകാർ കൊടുക്കല്ലായത്. കഠിനായ സ്ഥലമില്ല. ഡൽഹിയിലും ബോംബെയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും മധ്യപ്രദേശിലൊക്കെ ഇവിടെ ക്രിസ്ത്യാനിസ് ഉണ്ട്. ബ്രിട്ടീഷുകാർ സ്ഥലം കൊടുത്താണ്. അത് കഴിഞ്ഞ് കോൺഗ്രസ് ഭരിച്ച് കോൺഗ്രസിന് സോപ്പിട്ട് സർവാനുകൂല്യം പറ്റി. അതിന് BJP സോപ്പിട്ടെടുത്ത് അങ്ങനെ എടുത്തോ. അത് കഴിഞ്ഞ് കോൺഗ്രസ് ചെറിയ അനക്കം വന്നപ്പോൾ സഭ അവിടുന്ന് ഇവിടുന്ന് ക്രിസ്ത്യൻ നേതാക്കളൊക്കെ പതുക്കെ വന്നു തുടങ്ങി, എഴുന്നേറ്റ് ചലഞ്ഞു തുടങ്ങി. അത് വേണ്ട നേതൃത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ BJP പോയി ഞാനേ പോയിക്കൊള്ളും ആണ് ചലഞ്ച്. ഞങ്ങൾ ഈ സമുദായ മുസ്ലിങ്ങൾ വോട്ട് കിട്ടി UDFന് ഒരു അനക്കം വയ്ക്കുമ്പോൾ പിന്നെ നിങ്ങളത് അവകാശം വാങ്ങാൻ വരരുത്. നിങ്ങളത് നിന്ന് സ്റ്റാൻഡ് നിൽക്കണം. തൃശ്ശൂർ കാണിച്ച വൃത്തികേട് അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് കാണിച്ച വൃത്തികേടൊക്കെ അങ്ങനെ തന്നെ നിൽക്കണം. അങ്ങനെ തന്നെ BJP പിന്നാക്കി പോകണം. അല്ലെങ്കിൽ എന്ത് ന്യായമായിട്ട് പിന്നെ വഖഫ് ബില്ലിനെ കുറിച്ച് നിങ്ങൾ എതിർക്കാൻ അല്ലെങ്കിൽ അനുബില്ല് അനുകൂലിക്കാൻ മുസ്ലിം സമുദായം നിങ്ങളായിട്ട് എന്ത് ബന്ധം? അക്കാര്യത്തിൽ വഖഫ് ബില്ലായിട്ട് ക്രിസ്ത്യൻ സമുദായം എന്ത് ബന്ധം? കരുതി കൊട്ടി ചെയ്തില്ല, തോൽപ്പിക്കലായിരുന്നു, വഞ്ചിക്കലായിരുന്നു. എന്നിട്ട് UDFന് ചെറിയ അനക്കം വന്നപ്പോൾ അതിന് ആനുകൂല്യം പറ്റുക അവിടുന്ന് കൂടെയൊക്കെ പതുക്കെ ചട കൂടുന്ന എഴുന്നേറ്റ് തുടങ്ങി. അത് സപ്പോർട്ട് ചെയ്യാൻ സതീശൻ ഉള്ളിയിരിപ്പം പുറത്ത് പറയേണ്ടി വരും കേട്ടോ. ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ സമുദായത്തിൽ കളിക്കരുത്. ഞാൻ ഈ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നത് നീതി ലഭിക്കാൻ വേണ്ടിയാണല്ലേ. സമുദായം അക്കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് കിട്ടുപോലെ കിട്ടിയാൽ മതി പറയാം. അപ്പോൾ ഈ സമുദായത്തിൻ്റെ പ്രവർത്തി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇത്രയും എൻ്റെ 70 വർഷം സർവീസ് കൊണ്ട് അതിന് ഞാൻ ന്യായത്തിന് വേണ്ടി വാദിക്കുമ്പോൾ
പണ്ടൊരു എസ് ഐ പറഞ്ഞേ, എന്നേക്കാൾ ശക്തമായ കള്ളനെ പിടിക്കാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിൽ 2 പോലീസ് നിൽക്കുന്ന പ്രതീക്ഷയിലാണ് ഞാൻ അവനെ എതിർക്കുക. അപ്പോൾ അവനായിട്ട് ഞാൻ എതിർക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞെന്ന് ഞാൻ തല്ലുകൊള്ളുമ്പോൾ ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യില്ലെങ്കിലോ എനിക്കിരുന്ന് പിന്തിരിഞ്ഞ് വരും. പിന്നെ ഒരു കുഞ്ഞും ലോകത്തിനൊരു വായിക്കേണ്ടാവില്ല ഇന്ത്യയിൽ, ഒരു കുഞ്ഞും. ഇത്രയും ആത്മാർത്ഥം സത്യസന്ധമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാരണം പറയാനുള്ള ചരിത്രം പഠിച്ച അല്ലെങ്കിൽ വിഷയം പഠിച്ചിട്ടുള്ള ഒരാൾ അപൂർവം ചെന്നപ്പോഴുള്ളൊരു, ഞാൻ പൊങ്ങിച്ചപ്പോഴല്ല. ഇവിടെ പല കോൺഗ്രസ് നേതാക്കളുണ്ട്, അവർക്കൊന്നും ഇതുപോലെ വിഷയങ്ങൾ അറിയില്ല. അവർക്ക് നേതാക്കൾക്ക് സോപ്പിട്ട് എന്തെങ്കിലും ആനുകൂല്യം പറ്റുള്ളൂ, വേറൊന്നുമില്ല. എല്ലാവർക്കും അതെ. അങ്ങനെ എല്ലാ എതിർപ്പും തെളിവൽക്കണിച്ചുകൊണ്ട് നമ്മളിപ്പോഴുള്ള ഗ്രൂപ്പ് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ശക്തമായ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇത് ശക്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം നിന്നു പോകും, മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ കാശ് തരുന്നല്ലോ പറഞ്ഞത്, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, ഇതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴേ നമുക്കൊരു കൈകടി വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ചില കോൺഗ്രസ് നേതാക്കളൊക്കെ വിമർശിക്കുമ്പോൾ ചിലർ പുറകോട്ട് കാണും. നിങ്ങൾക്ക് അടിമത്തെ പറഞ്ഞിട്ടുള്ളൂ. ആ സതീഷിൻ്റെ പുറകെ പാലാട്ടി നിന്ന് നക്കപ്പിച്ച് വാങ്ങിക്കാൻ അറിയുള്ളൂ. എടോ, കോൺഗ്രസ് ചെയ്ത കാര്യം പറഞ്ഞത്. കോൺഗ്രസ് ആരും കുത്തകയല്ല, നല്ല പ്രസ്ഥാനമാണ്. ഇവിടുത്തെ 90% വരുന്ന പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്ക് കൂടി വിശ്വസിക്കാവുന്നൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം വഴിതെറ്റി പോകുമ്പോൾ തിരിച്ചു പറയും നമ്മൾ അങ്ങനെ പോകല്ലെന്ന്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് ചെറിയൊരു വ്യതിയാനം വന്നപ്പോഴേക്കും സതീഷൊക്കെ പഴയതെല്ലാം മറന്നു തുടങ്ങിയപ്പോൾ. ഇപ്പം ലത്തിങ്കത്തിലേക്കായി, ലോമങ്കത്തിലേക്കായി, നായരായി, ചോനായി ഒക്കെ മുസ്ലിങ്ങളെ അങ്ങോട്ട് പാടെ മറന്നെടുക്കുകയാണ്. അത് വേണ്ട സതീഷ. നിങ്ങൾക്ക് മനസ്സ് വായിക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പരസ്യമായിട്ട് വായിക്കുന്നത്. പാലക്കാട് കേസ് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞില്ലേ, അതോ RSS ഒന്നുമല്ല. RSS ആര് പറഞ്ഞ്? പത്രക്കാരും പറഞ്ഞ് ആൾക്കൂട്ട കൊലയാണെന്നല്ലേ. പത്തെല്ലാം റിപ്പോർട്ട് വിളിച്ചെല്ലാം RSS ആണ്. എന്താ പറഞ്ഞത്? മംഗോളിയല്ല, മറ്റേ മുസ്ലിങ്ങളാണ് എന്ന് ചോദിച്ചാൽ കൊന്നത്, അല്ലാതെ ദളിതാന്ന് ചോദിച്ചാൽ കൊന്നല്ല. എന്തൊരു ന്യായമാണ്, എന്തൊരു തട്ടിമത്. മുസ്ലിമാണ് ഇത് കൊല്ലം വയസ്സുണ്ട്. ഇന്നലെ ഞങ്ങൾ പറഞ്ഞില്ല, ബംഗ്ലാദേശിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സുഹൃത്തിനെ കാരണമായിട്ടോ കാരണത്തോടെയോ ആക്രമിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ നിങ്ങളിവിടെ നിന്ന് മുസ്ലിം തല്ലിക്കൊല്ലുന്നത്. തല്ലിക്കൊന്നപ്പോൾ മുസ്ലിം അല്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് പിന്നെ കാര്യമല്ലോ. അപ്പോൾ സതീശൻ്റെ ഉരുണ്ടികളൊന്നും വേണ്ട. സതീശ അൻവർ നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടിൽ വാർത്തകൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് അൻവറിലേറ്റവും തെറ്റുണ്ടായിരുന്നു. അതുകൊണ്ട നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആനുകൂല്യം നിങ്ങൾക്ക് ഈ സമുദായത്തിൽ കൊടുക്കാൻ പറ്റില്ല, അത് മനസ്സിൽ ചിന്തിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഫെയിലിയറാണ്. നിങ്ങൾ ഫെയിലിയറാകും. ഒരു കാര്യം സംശയമില്ല കാര്യത്തിൽ. നിങ്ങൾ കാണാൻ പറ്റുന്നില്ല ഒരുപോലെ. നിങ്ങൾ എറണാകുളത്ത് ഒരു കാക്കാരെ പിടിച്ചിരുത്തിയിട്ട് പിന്നെ ആ സമുദായത്തെ മറന്നതാണ് ആ കാക്കാരെ പേര് പറഞ്ഞുകൊണ്ട്. അതുവേണ്ട. അത് പണ്ട് നിങ്ങൾ തന്നെ ഏതെങ്കിലും മുസ്ലിം നാമധാരിക്ക് കൊടുക്കും, എന്നിട്ട് ആ സമുദായത്തെ വിട്ടുകളി. എന്നിട്ട് എന്തെങ്കിലും കോൺഗ്രസ് ലീഗിന് എന്തെങ്കിലും നക്കപ്പിച്ച് കൊടുത്തിട്ട് ആ പേരും പറയും. ഇനി അത് വേണ്ട കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കണം, ആകെ ഈ കഴിഞ്ഞ അസംബ്ലി പഞ്ചായത്ത് ഇലക്ഷനിൽ മുസ്ലിം ലീഗ് കിട്ടിയിരിക്കുന്നത് 50 ലക്ഷം താഴെ വോട്ടെന്ന് പറയാം. അപ്പോൾ ചിലർ പറയും അത് മുഴുവൻ മുസ്ലിങ്ങളുടെ UDF മറ്റുള്ള ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് കൂട്ടി 50 ലക്ഷം കൂട്ടി മാക്സിമം. ഞാൻ സതീഷോടാണ് 50 ലക്ഷം ഉണ്ട്, 1.5 കോടി ഉണ്ടോ ആകെ. അപ്പോൾ 3 മുസ്ലിങ്ങളല്ലേ ലീഗിന് കിട്ടുന്നുള്ളു. ബാക്കി 2 ഭാഗം പുറത്തെടുക്കല്ലേ. ഞങ്ങളുടെ ഭാഷ പോലെ 3 ഭാഗം പുറത്താണ്. ഇത് ഈ അടുത്താൽ പറഞ്ഞു, ഇതെന്ത് പറഞ്ഞു 2 ഭാഗം പുറത്താന്ന് വെച്ചോ. അപ്പോൾ അവർ കണക്കാക്കണ്ടേ? നിങ്ങൾ കണക്കാക്കിയോ? നിങ്ങൾ കോർപ്പറേഷനിൽ എത്ര സ്ഥാനം മത്സരിക്കാൻ കൊടുക്കും, എത്ര ജയിച്ചിട്ടുണ്ട്? ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. സതീഷ് കണ്ണടിച്ച് ഇരുട്ടാക്കാണ്. സതീശൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് എങ്ങനെയെങ്കിലും LDFിലേക്ക് പറഞ്ഞു വിട്ട് UDF തകർക്കണം, എന്നിട്ട് BJP വരണം എന്നുള്ള ലക്ഷ്യമാണ് മനസ്സിലുള്ള സതീഷ. അത് വേണ്ട. നിങ്ങൾ ബാക്ക് ഫയൽ അത്ര ക്ലിയർ അല്ല. എന്നെക്കൊണ്ടൊന്നും അത് പറയിപ്പിക്കരുത്. നിങ്ങളെക്കാൾ സീനിയർ പൊളിറ്റീഷ്യനാണ് നിങ്ങളെക്കാളൊക്കെ. ഡൽഹി വർഷങ്ങളായി ഡൽഹിയായിട്ട് ബന്ധമുള്ളതാണ്. കാൻഷാമൻ്റെ കൂടെ ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. പിന്നെ മുലായത്തെ ലാലുവിൻ്റെ ഒക്കെ കൂടെ, അർജുൻ സിംഗ്. അത്ര രാഷ്ട്രീയ പാരമ്പര്യമൊന്നും സതീഷിനില്ല. സതീഷിൻ്റെ പേര് പറയാൻ കാരണം നിങ്ങളിപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടോ അല്ലീ പറയില്ല. സതീഷിനും ധരിക്കുന്നത് സതീഷിനും ആ ഒരു ചെറിയൊരു ധിക്കാരമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നടക്കുമെന്നാണ്. അത് നടക്കില്ല. വെറുതെ അതിനുവേണ്ടി സമയം കളയരുത്.
നിങ്ങളുടെ മനസ്സങ്ങനെ വായിക്കാൻ പറ്റുന്ന ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അവർ അക്ഷരം പ്രതി വായിച്ച് പറയാണ് വളരെ കറക്റ്റായിട്ട്. അൻവറിട്ട് കാണിച്ചും. ഞാൻ ഒരു കാര്യം വീണ്ടും ചോദിക്കട്ടെ, ഇനി പെണിങ്ങാലും കൊള്ള ഇടിങ്ങാലും കൊള്ള ഇടവും സതീശ ഒരു നിങ്ങൾ ഇവിടെ നട്ടില്ലാതെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രത്യേക മുസ്ലിം നേതാക്കൾക്കൊക്കെ നിങ്ങൾ ഒരു വിദേശ ആൾ കൊണ്ടുവന്നില്ലേ, ഒരു വിദേശ കോൺഗ്രസ് വന്നിട്ട് അത് ഒരാളും അയാൾ കൂടെ വെണ്ണൂലോടും ആകെ ഉള്ളൂ. അവിടെ നിങ്ങൾ എന്താ നേരിട്ട് നിങ്ങളുടെ മുന്നണിയിലേക്ക് എടുത്തില്ലേ, ഒരു സീറ്റ് തന്നെ രഹസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എത്ര കോടി വാങ്ങി? സാധാരണ അൻവറിനെ ഇട്ട് കളി 1.5 വർഷം കളിയാക്കിയിട്ട് ഇപ്പം എന്നറിയോ, അൻവറിനെ ക്ഷണിച്ചു ജാനുവിൻ്റെ കൂടെ. മറ്റൊരു ആളില്ലേ ആ സംഘപരിവാർ, അവൻ ഇന്ന് പരസ്യമായിട്ട് നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ. ഞാൻ നിങ്ങളെപ്പോഴും വിളിച്ചായിട്ട് രേഖ കാണിക്കുകയാണെങ്കിൽ ഞാൻ പരിപാടി നിർത്താൻ പറഞ്ഞേ. എന്തിനാടോ നിങ്ങൾക്ക് ഇനി ജീവിച്ചിരിക്കുന്നത്? ഞാൻ രമേശിനോടും സതീഷിനോടും പിന്നെ ഇവരുടെ മെയിൻ ചെയ്യാനുള്ള പിന്നെ ഇതിനുള്ള മുരളീധരനോടും ഒരു അപേക്ഷ പോലും വാങ്ങിക്കാതെ, ഒരു റെക്കോർഡും രേഖ പോലും വാങ്ങിക്കാതെ നിങ്ങൾ അവരെങ്ങനെ പിന്നണി ചേർത്ത് പ്രഖ്യാപനം നടത്തി? ഇത് ചോദിക്കാൻ നട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനോ ഒരു ബിഹാരികളും ഉണ്ടോ ഇവിടെ? ഇതൊക്കെ സതീഷിനും മുരളീധരൻ്റെയൊക്കെ ധിക്കാരല്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 100 വോട്ട് 110 വോട്ട് ചെയ്യുമ്പോഴാണ് ഒരു നായർ വോട്ട് യു ഡി എഫിന് കിട്ടുന്നത്. അത് സതീശനും 6 നായർ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. 100 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോഴേ ഇന്നത്തെ സ്റ്റാറ്റസ് കോ നോക്കിയാൽ ഒരാൾ വോട്ട് യു ഡി എഫിന് കിട്ടും, ഒരു നായർ വോട്ട് കിട്ടണമെങ്കിൽ 110 ആളുകൾ വന്ന് വോട്ട് ചെയ്യണം. കണക്കുകൾ ഉദ്ദേശിച്ചാൽ പറയുന്നത് കണക്കുകളാണ്. ഞാൻ പഴയ 4 കോൺഗ്രസ് അല്ലേ മൊയ്തീൻ ഷാ ഇല്ല. മൊയ്തീൻ രാഷ്ട്രീയം മനസ്സിലാക്കിയ, ചരിത്രം മനസ്സിലാക്കിയ, ലോകത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലാക്കിയ ഒരു പാവ മനുഷ്യനാണ്. ഞങ്ങൾക്ക് ലക്ഷ്യം അധികാരം മാത്രം വേറൊന്നുമില്ല. ഞങ്ങൾക്ക് അധികാര ലക്ഷ്യം. ജനതാദൾ നാഷണലിസ്റ്റ് പാർട്ടിക്ക് അധികാരം ലക്ഷ്യം. ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ഒന്ന് മാത്രമാണ് അധികാരം. ഓർമ്മയുള്ളത്. ഞാൻ ഈ സമുദായത്തിന് വേണ്ടി വാദിക്കുകയാണ്. എന്തിന്? എല്ലാവർക്കും വാദിക്കുന്ന കൂട്ടത്തിൽ ജനസംഖ്യക്ക് ആനുപാതികമായി സ്ഥാനമാനങ്ങൾക്ക് പങ്കിടണം എന്ന് പറഞ്ഞ് വാദിക്കുന്ന കൂട്ടത്തിൽ അതിൽ മുസ്ലിങ്ങൾ അതിൽ പെടുന്നുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്. പക്ഷെ അതിവിടെ ആരും ചെയ്യുന്നില്ല. ഒരു കോൺഗ്രസ് മുസ്ലിം ചെയ്യുന്നില്ല. അവരൊരു സീറ്റ് കിട്ടി അവൻ രക്ഷപ്പെട്ടു, പിന്നെ അവനൊരു ചിന്തയില്ല. മുസ്ലിങ്ങൾ എവിടെ കിടന്നാൽ എന്താ കിട്ടാത്ത? ഞങ്ങളതല്ല, ഞങ്ങൾ നക്കാപ്പിച്ച് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയല്ല, ഞങ്ങൾ സീറ്റേ വേണ്ട. ഇവിടെ ഞാൻ എൻ്റെ ചില ഫ്ലെക്സുകളൊക്കെ ഞാൻ കൗൺസിലായിട്ട് മത്സരിക്കുമെന്ന് പേടിച്ചിട്ട് ചില ഫ്ലെക്സുകളൊക്കെ ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ മത്സരിക്കാൻ വേണ്ടിയല്ല ഈ പാടുപെടുന്നത്. ജനങ്ങൾ നാളെ തലമുറ കുറ്റപ്പെടുത്തരുത്. സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യ കേരളത്തിൽ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ശ്രമിക്കുന്നത് ആദ്യം തലസ്ഥാനമായിരുന്നു. അത് ചില ബുദ്ധിമുട്ടുള്ളതാണ് ഇത് മനസ്സിൽ. അത് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് വീണ്ടും തലസ്ഥാനം മാറ്റിയപ്പോഴേ അവർ പോയത് ചമ്പിൽ താഴ്വര വഴിയാണ്. ആ ചമ്പിൽ താഴ്വരയാണ് തുടങ്ങിയെങ്കിൽ 100 വർഷമാണ് ന്യൂയോർക്കിനൊക്കെ വലിയ പട്ടണമായാലും ലോകത്ത് അറിയപ്പെടുന്ന പട്ടണമായാലേ. ഇതിപ്പോൾ ഡൽഹിക്ക് കടക്കാൻ പറ്റുമോ? ഞങ്ങൾ ജനതാദളിൽ മാസത്തേക്ക് മീറ്റിങ്ങിൽ കൊണ്ടാണ് ഫ്ലൈറ്റോ പോകുന്നു, രാവിലെ വൈകിട്ട് പോയിരുന്നു. മറ്റുള്ള ട്രെയിനോ പോകുന്നു, 1-2 ആഴ്ച എടുത്ത് അവിടെയൊക്കെ സ്ഥലം കണ്ടൊക്കെ എടുക്കും. അത് പറ്റില്ല. അത്ര കണ്ട് എയർ പൊല്യൂഷനായി. ഇപ്പോൾ ലോകത്ത് നമ്പർ 1 എയർ പൊല്യൂട്ടഡ് ഏരിയയാണ് ഡൽഹി എന്നുള്ളത്. ഞാൻ BJP ഗവൺമെൻറ് ആരും കുറ്റപ്പെടുത്തല്ല. പലരും കാരണം BJP മാത്രമല്ല പലകാലത്ത് അതേ അവസ്ഥ ആകാതിരിക്കുമ്പോഴേ. അപ്പോൾ ഇന്ന് തലമുറ ചോദിക്കാറോ എന്തുകൊണ്ട് അന്നത്തെ തലമുറ നേതാക്കൾ ചിന്തിച്ചില്ല എന്ന് കുറ്റപ്പെടുത്തുക കണ്ടുകൊണ്ടാണ്. മൊയ്തീൻ ഷായ്ക്ക് നാളെ ലോകത്ത് പോയി കഴിഞ്ഞപ്പോൾ ഉറപ്പാണല്ലോ. പോയി കഴിഞ്ഞാൽ ഇയാളൊക്കെ ജീവിച്ചിരുന്നാൾ വലിയ ദീർഘവിഷാളാണ് ചിന്തകനൊക്കെ ആയിട്ട്. എന്നിട്ട് എന്തേ ഇത് പറയാതെന്ന് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് സെക്രട്ടേറിയറ്റ് മാറ്റെന്ന് പറഞ്ഞത്. അത് ഏതായാലും താത്വികമായിട്ട് അനുകൂലമാണ്. കാരണം പ്രത്യേകിച്ച് അവിടുത്തെ 50% വരുന്ന തൊഴിലാളികളുണ്ട്, മലബാറുകാർ, അവിടെ ജോലിക്കാർ. ആ അസോസിയേഷൻ വളരെ സംഘടിതമാണ്, അവർക്ക് വളരെ ശക്തമാണ്. ഇതിപ്പോൾ ഞങ്ങളേക്കാൾ ആവശ്യം അവർക്കാണ്. അവർക്ക് തൃശ്ശൂർ ഭാഗത്ത് വരാണെങ്കിൽ അവർക്ക് എളുപ്പമാണല്ലോ. അവർ സംഗതി നടക്കും, സംശയമൊന്നും അക്കാര്യത്തില്ല. പക്ഷെ അതുപോട്ടെ, നമ്മുടെ വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ സതീശൻജി മനസ്സിലാക്കേണ്ടത് ഈ പാവം മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയോണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇത്രയും ഒരു അനക്കം വന്നത്. അത് നിങ്ങൾ വെറുതെ കളയിപ്പിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞ 3% ആളുള്ള വ്യത്യാസമുള്ളൂ. അതൊക്കെ മാറ്റിമറിക്കുക. ഒരു മനുഷ്യൻ ഈ മനുഷ്യ മനസ്സെന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സെന്നുള്ളത് ഈ ക്ലോക്കിൻ്റെ പെൻഡിലും പോലെ ആടിക്കൊണ്ടിരിക്കുക, സ്ഥിരം നിൽക്കുന്നതല്ല. ആ ആടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാം. ആ ഒരു അങ്ങനെ 3% ആളുടെ മാറ്റം 3% മാറണ്ട. 3% വ്യത്യാസം ഉണ്ടെങ്കിൽ 1.5% മാറിയാൽ മതി, അല്ലെങ്കിൽ 1.6% മാറിയാൽ മതി. മുഴുവൻ മാറണ്ട. 1.6% മാറിക്കഴിഞ്ഞാൽ 3ന്റെ ഫലം കിട്ടും. അത് മാറ്റിയെടുക്കാമെന്ന് പ്രയാസമല്ലേ സഖാവ് ഇതിലൊക്കെ. അപ്പോൾ അഹങ്കരിക്കരുത്.
നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ വോട്ട് വാങ്ങിയിട്ട് അവരിട്ട് പന്തടിക്കരുത്. കണക്കിലെ ഉദ്ദേശിച്ച് ഈഴവന് കണക്ക് നിങ്ങൾ കോർപ്പറേഷൻ മേയറായിട്ട് 2 ഈഴവർക്ക് കൊടുക്കാൻ എന്ത് ന്യായമുണ്ടോ സതീഷ്? അത് മേയറും ഡെപ്യൂട്ടി മേയറും കൊടുക്കാനായിട്ട് നിങ്ങൾ കോർപ്പറേഷൻ, പിന്നെ ഏത് കോർപ്പറേഷനാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? കൊല്ലം കോർപ്പറേഷൻ ഒരു കാക്കയുടെ പേര് കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. 4 ജനസംഖ്യ ഉണ്ടെങ്കിൽ 5 കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ 2 പേർക്കെങ്കിലും മിനിമം കൊടുക്കണ്ടേ? ഒന്നിൽ നിർത്താൻ ഡെപ്യൂട്ടി ഇല്ലാതെ മുസ്ലിം ലീഗ് ചോദിക്കാൻ പറ്റില്ല, അവർക്ക് നട്ടില്ല. അത് കേട്ടല്ലേ, മുസ്ലിം ലീഗ് ചോദിക്കില്ല. മുസ്ലിം ലീഗ് ചോദിക്കും നട്ടിലുണ്ടെങ്കിൽ ആ മുസ്ലിം എന്ന് പേര് മാറ്റി ദേശീയ താര പേരാണെങ്കിലോ സതീഷിനൊക്കെ നിങ്ങളുടെ കാൽക്കിൽ വരും. നിങ്ങൾക്ക് മുഖ്യത്വം സതീഷ് എന്ത് കൊടുക്കും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്ന് നിങ്ങൾ അവരെ സതീശനെയും മറ്റേ രമേശിനെയും വാലാട്ടി നടക്കാണ് എന്തുകൊണ്ടുള്ളത്. അത് നിങ്ങൾക്കാകാം. എന്നല്ല ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദ് വാപ്പ എന്ന് പറഞ്ഞു SP വാപ്പയാണെന്ന് ചോദിച്ചോലെ. SP വാപ്പയല്ല, എൻ്റെ മകനാണ് SP എന്ന് പറഞ്ഞു. ആ വ്യത്യാസം മനസ്സിലല്ലേ? അതുപോലെ നിങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരെ എടുത്തു വരും സതീഷിനൊക്കെ. പക്ഷെ നിങ്ങളെ പേര് മാറ്റും. ലീഗ് മുസ്ലിം എന്ന പേര് വെച്ചാൽ വരില്ല. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാത്തത്? ഒരൊറ്റ കുഞ്ഞുപോലും ബുദ്ധിജീവികളില്ലേ മുസ്ലിം സമുദായത്തിൽ ലീഗിലേക്ക്? ഒരിക്കലും രക്ഷപ്പെടില്ല. വെച്ചാൽ എന്ന് ഈ 2ാം സ്ഥാനം 3ാം സ്ഥാനം ഉപമുഖ്യമന്ത്രി എന്നോട് മുഖ്യമന്ത്രി ആയിക്കൂടെ? വൈ നോട്ട്? അതാണ് അതിൻ്റെ ചാലുണ്ട്. ആ ചാലു അനുസരിച്ച് കാറ്റത്ത് തൂറ്റിക്കാതെ വരുമ്പില്ല. അങ്ങനെ മുന്നോട്ട് പോയാലേ കിട്ടുള്ളൂ. അത് നമുക്ക് ലീഗർക്കറിയില്ല. പാവം മലബാർ മുസ്ലിങ്ങൾ, നിരപരാധികൾ, മറ്റേ ആൾക്കാരാണ്. അവർ വെറുതെ പിന്നെ കയ്യിലെടുത്ത് നക്കാപ്പിച്ച് വാങ്ങിച്ച് പോവാണ്. അല്ലെങ്കിൽ ധിക്കാരല്ലേ ഡെപ്യൂട്ടി മേയർ ഉണ്ടായതാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന്. ഡെപ്യൂട്ടി മേയർ ലീഗിൽ തന്നെ മേയർ ഉണ്ടായത് ഹംസക്കുഞ്ഞ്. ഇത്ര വർഷം മേയറായിട്ട് വന്ന് നാട്ടിലൊരു മുസ്ലിം ലീഗുകാരുണ്ടായോ? ഓടി സതീഷിന് ഈ കളി കളിക്കുമോ? സതീഷൻ കളിക്കുമോ? മറ്റേ KPC പ്രസിഡന്റ് കളിക്കുമോ? അത് തന്നെയല്ല, നിങ്ങൾ കാണിച്ച നെറുകേടെന്നറിയോ? KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി വർഗീസ്. എന്നിട്ട് കോർപ്പറേഷൻ കൊണ്ടുപോയിട്ട് അപ്പോൾ നിങ്ങൾ അവർക്ക് മേയർ സ്ഥാനം കൊടുക്കാൻ പറ്റിയത്. അവസാനം കളി മാറിയപ്പോൾ അവരെ പുറത്താക്കി. ഇനി അവർ ഉള്ളോട്ട് വെച്ചിരിക്കില്ലേ? KPCCയുടെ ജനറൽ സെക്രട്ടറി നല്ല പോസ്റ്റ്. അങ്ങനെ ഒരാൾ എന്ത് കോർപ്പറേഷൻ ഇട്ട് അത് നെറ്റുള്ള അവസരം പോയല്ലേ? ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ മകന് JRSൽ PhD കിട്ടി. 2 മാസം പോയപ്പോൾ അതിൻ്റെ ആ സമുദായം കിട്ടിയ ഒരു ചാൻസ് പോയി. ആ ചാൻസ് പോയില്ല. ഒരു PhD അങ്ങനെ കിട്ടുന്നതല്ല, ഒരു ചാൻസ് അതുപോലെ. നിങ്ങൾ ഒരു സാധാരണ ഒരു കോൺഗ്രസ്സുകാരൻ്റെ അവസ്ഥ കളയല്ലായിരുന്നോ ദീപ്തി കൊടുത്ത്? ദീപ്തി ഗ്രേഡ് കൂടുതലാണ് അല്ലെങ്കിൽ മെറിറ്റ് കൂടുതലാണെങ്കിൽ ആ പാവം കോർപ്പറേഷൻ കൗൺസിൽ ആക്കരുത്. കൗൺസിൽ ആക്കിയെങ്കിൽ അവർ മേയറായിട്ട് കൊടുക്കണം, അവർ കഴിവ് ഉപയോഗിക്കണം. അപ്പോൾ അവിടെ ലത്തീം വന്ന്, റോമൻ വന്ന്, മറ്റൊന്ന് മറിച്ചൊന്ന് ചീഴം നിന്നു. എന്താണ് സതീഷത്? എന്ത് ന്യായമാണ്? നിങ്ങൾ ആരോടെ പറ്റിക്കണം? ആരെയും നിങ്ങൾ വഞ്ചിക്കണത്? അത് വേണ്ടെന്ന് പറയണം. വെറുതെ ഞങ്ങളെ കൊണ്ട് കളിപ്പിക്കരുത്. ഞങ്ങൾ കളിയും തടയും പഠിച്ചു നിൽക്കുന്ന ഊച്ചാളി 4 കോൺഗ്രസ് അല്ല. 15 കൊടുത്ത് കൈമണി കൊടുത്ത് ഒഴിവാക്കാനും പറ്റില്ല. ലക്ഷങ്ങൾ കിട്ടിയപ്പോൾ ഞങ്ങൾ നീതിയിൽ നിന്ന് പുറത്തു പോവില്ല. അനുഭവം വിധിഷ്ഠാനുഭവം നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ KV തോമസ് മാഷ് മത്സരിച്ച് അന്ന് മറ്റേ ഇയാൾ ട്രിവാൻഡ്രത്തെ MP മറിച്ച് അന്ന് BJPയുടെ CA എന്താണ് ഇസ്രായേൽ ചാരനാന്ന് പറഞ്ഞപ്പോൾ മറിച്ച് പ്രസ്താവന എടുക്കാൻ പറഞ്ഞ് ലക്ഷങ്ങളായിട്ട് വന്നാണ്. ഞങ്ങൾ ചെയ്തില്ല. തോമസ് സാറ് എൻ്റെ നേതാവാണ്. ഇനിയിപ്പോൾ ഒരാൾ ഇരട്ടി കാശ് തൊട്ട് മറിച്ചൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അഭിപ്രായം കൊടുക്കില്ല. ഞങ്ങൾ വോയിസ് ഓഫ് ജസ്റ്റിസിനും ചാർജായിട്ട് ബന്ധമില്ല, അതിലും നമ്മൾ ഇടപെടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പണം കണ്ട് വിട്ട് കളഞ്ഞ ആളാണ്. പണത്തിന് പുറകെ പോവുകയാണെങ്കിൽ ഇതെല്ലാം കളി വേറെയാണ്. അതും അറിയാം. നമുക്ക് ആ കളി വേണ്ട. അപ്പോൾ സതീശനും കോൺഗ്രസും UDFും കുഞ്ഞാക്കയൊക്കെ ഒന്നുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തവണയും കൈവിട്ടുപോകുന്നത്. ഈ സമുദായത്തിൽ നിങ്ങൾ വെറുതെ കൊഞ്ഞാൻ വഞ്ചിക്കരുത്, പറ്റിക്കരുത്. 2 ഈഴവർ ഞാൻ 100 വോട്ടർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു ഈഴയുടെ വോട്ട കിട്ടുന്നത്. എൻ്റെ ആൾക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് അടൂർ പ്രകാശ് മുഖ്യമന്ത്രി ആവണം. ആദ്യമായിട്ട് നിങ്ങളുടെ സമുദായത്തെ 40% വോട്ടുകൾ UDFന് വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയാം മുഖ്യമന്ത്രിയാകാൻ. സുധീരനായാലും മുല്ലപ്പള്ളിയിലും ആരായാലും. അത് നായർ സതീശനായാലും ആകെ 9% സതീശ ആൾക്കാർ നായർ. അതിൽ പകുതി അധികം 60% BJPക്ക് വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 110 പേര് വന്നു കഴിയുമ്പോഴേ ഒരു വോട്ട് കിട്ടുന്നത് UDFന്. എന്നിട്ട് അവരും വേണം മുഖ്യമന്ത്രി സ്ഥാനം. പിന്നെ എന്തിനാണോ മുസ്ലിങ്ങൾ 140% മുസ്ലിങ്ങൾ ഊമ്പാൻ നിൽക്കണോ? പച്ച മലയാളത്തിൽ ഭാഷയുണ്ട്, അത് ഞാൻ സദസ്സിൽ പറയാൻ കൊള്ളില്ല.
പുറകിലത്തെ ഗ്യാസ് കിട്ടുന്ന ഒരു പഴഞ്ചൽ പള്ളിയിൽ പണ്ടൊക്കെ പറയും ആൾക്കാർ. അത് ഞാൻ പറയുന്നില്ല. അതൊന്നും വേണ്ട സതീഷ. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞോണ്ടേ പെണിങ്ങാലും ഉള്ള ദേഷ്യപ്പെട്ടതും കൊള്ള. പിന്നെ ഞാൻ മുസ്ലിം സമുദായത്തിൽ പ്രത്യേക ഒരു കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ എല്ലാ വളർച്ചയും മുരടിച്ചിട്ട് പിന്നെ എല്ലാ കുറ്റവും ഏറ്റതാണ് ഞാൻ ഈ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നത്. അപ്പം നിങ്ങളുടേതായ രീതിയിലുള്ള എല്ലാ സഹകരണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ മാറേണ്ടി വരും. എന്നെ മാറ്റം ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്, ചിലർക്ക് തലവേദനയാകുന്നുണ്ട്. എങ്കിലും ഈ പാവം സമുദായത്തിൽ വാദിക്കുന്ന ആൾ വേണ്ട എന്ന് ചോദിച്ചിട്ടാണ്. കുഞ്ഞാക്കായും മുസ്ലിം ലീഗൊന്നും ഒരിക്കലും സമുദായത്തിൽ വാദിക്കില്ല. അവർ ലീഗ് വേണ്ടി വാദിക്കും. അവർക്കതേ പറ്റുള്ളൂ. അത് കാര്യം പറഞ്ഞല്ലോ. 40% മുസ്ലിങ്ങൾക്ക് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കിട്ടുന്നുണ്ടോ, ന്യൂനപക്ഷങ്ങൾ കിട്ടുന്നതോ, പിന്നോക്കിന് കിട്ടുന്നതോ, ദളിതിന് കിട്ടുന്നതൊക്കെ ആലോചിക്കും കുഞ്ഞാക്കായും തങ്ങളൊക്കെ. മുസ്ലിം ലീഗിൻ്റെ ഉത്ഭവം എന്താണ്? ന്യൂനപക്ഷ പ്രീണനല്ലേ, പിന്നോക്കിന് വേണ്ടിയില്ലേ? അതൊന്നും അവർ ചെയ്യില്ല. അവർ ലീഗിൽ നിന്ന് കിട്ടും. ഇപ്പോഴും 30 സീറ്റ് ലീഗിന് വഹിക്കാണ്. അതിലിപ്പോൾ ഇതിൻ്റെ സന്ദേശം കൊടുക്കുകയും ചെയ്യും. അവിടെ തീർന്നു. നമ്മൾ ആകെ 4 മുസ്ലിങ്ങളാണ് ലീഗിൽ അനുഭാവികളുള്ളൂ. ബാക്കി 3 ഭാഗം പുറത്ത് കിടക്കാണ്. ഓർമ്മ കൂടെ സതീഷനുണ്ട് കേട്ടോ. അത് കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.